അങ്ങനെ ഒരു വലിയ സദസ്സിൽ ഒരു വലിയ ആലിം ഇരുന്നതിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നില്ലേ? ആലിമ് പ്രപഞ്ചത്തിന്റെ സമയത്തെ മാറ്റിക്കളയും. ആലിമ് പ്രപഞ്ചത്തിന്റെ സ്ഥലത്തിന്റെ പരിധിയെയും അതിന്റെ വലിപ്പത്തെയും മാറ്റിക്കളയും. അങ്ങനെ മാറ്റിക്കളയാൻ പറ്റുന്ന വലിപ്പമുള്ള മഹാരഥന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരാളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് എന്താ? ഒരു മഹാനായ പ്രവാചകന്റെ രാജസദസ്സിൽ ഇരിക്കുകയാണ് അയാൾ. ഖുർആൻ അത് മനോഹരമായി പറഞ്ഞു തന്നു. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി ചില ആളുകൾ എന്നാണ് എന്റെ ചോദ്യം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരാണ്. സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല യഅതൂനി മുസ്ലിമീൻ. ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അവരിവിടെ എത്തുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ പറ്റുന്നത് ആരാണ്? പ്രൗഢമായ സദസ്സാൻ, പ്രഗത്ഭരായ ആളുകളാണ്, സജീവോത്തമന്മാരാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാജസദസ്സിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രഭു കുടുംബത്തിൽപ്പെട്ടവരെല്ലാവരും ഇരിക്കുന്ന സദസ്സിനോടാണ് അയ്യുഹൽ മല, നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് എന്നാണ് ചോദ്യം. ചില ആളുകൾ ഇരുന്ന നിറയും, ചില ആളുകൾ വന്നിരിക്കുമ്പോൾ സദസ്സു നിറയും. അങ്ങനെയാണ് മല എന്ന് പറയാ. അത്തരത്തിൽ നിറഞ്ഞിരിക്കുന്ന ആളുകളെ നോക്കിയിട്ടാണ് പറയുന്നത് അത്രയും നിറസാന്നിധ്യങ്ങളായിട്ടുള്ളവരെ ആർക്ക് കൊണ്ടുവരാനാകും? ബൽഖീസ് രാജ്ഞി അവരുടെ പരിവാരങ്ങളുമായി ഇവിടെ എത്തി മുസ്ലിങ്ങളാകുന്നതിന് മുമ്പേ അവർ അത്ഭുതപ്പെടുത്തുന്ന വിധം അവരുടെ സിംഹാസനം ആര് കൊണ്ടുവരും? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ഒരാൾ എഴുന്നേറ്റു. അത് ജിന്നായിരുന്നു. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ അന ആതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരും. വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഞാനതിന് ശക്തനും പ്രാപ്തനും വിശ്വസ്തനുമാണ്. അമീന, സ്വർണ്ണരത്ന മുദ്രിതമായിട്ടുള്ള വിലപിടിപ്പുള്ള ഒരു സിംഹാസനം ഞാൻ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുമെന്ന് പേടിക്കേണ്ടതില്ല. അമീന, ഞാനത് കൊണ്ടുവരാൻ മാത്രം പ്രാപ്തിയുള്ളവനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ അർത്ഥത്തിൽ എന്റെ സൃഷ്ടിയുടെ ഭൗതികമായ അടിസ്ഥാനത്തിൽ ഞാൻ അക്കാര്യത്തിൽ പ്രാപ്തനാണ്. എന്റെ ഭൗതികമായ തൃപ്തിയുടെ അടിസ്ഥാനത്തിൽ എനിക്കതിൽ കഴിയും. അതുപോലെ ഈ ഗ്ലാസ് എടുത്ത് ഈ കുപ്പി എടുത്ത് പൊക്കണ പോലെ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനിപ്പോ ചെയ്ത പണി എന്റെ റബ്ബ് അറിയാത്തതോ എന്റെ റബ്ബിന്റെ ഇറാദത്തും കുവ്വത്തും ഒന്നും ബന്ധപ്പെടാത്തതോ അല്ല, അള്ളാഹു സൃഷ്ടിച്ചതാണ്. പക്ഷെ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ, അതായത് സാധാരണമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ നമ്മുടെ കയ്യിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ സമയത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്ത് പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചു തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോകണം. ജിന്നെന്താ അങ്ങനെയാണെന്ന് പറയാൻ കാരണം, ജിന്ന് പ്രകാശ സൃഷ്ടിയ, ജിന്നെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ടാണ്. നല്ലോണം നന്നാക്കിയാൽ അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അതുപോലെ ദൂരത്തെ കവരാനും അങ്ങനെയൊക്കെ പോകാനും സാധിക്കും. അതുകൊണ്ട് ജിന്ന് തന്നെ പറഞ്ഞു ഞാനത് ചെയ്തുതരാം. പക്ഷെ അങ്ങനെ ചെയ്താൽ ഇപ്പോ നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ചിലർക്ക് മനസ്സിലാവൂല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരക്ഷരം മിണ്ടുന്നില്ല. രണ്ടാമതൊരാൾ എണീറ്റു. അയാൾ പറഞ്ഞു അന ആതിക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക. അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരും. അത് പറഞ്ഞ ആളാരാ? ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. വേദജ്ഞാനമുള്ള ഒരു മഅരിഫത്തിന്റെ ജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയാണ് അന ആതിക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക. ഞാൻ ആ കസേര, ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരും. എപ്പോ കൊണ്ടുവരും? കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരും. കണ്ണ് ചിമ്മി തുറക്കാൻ എന്ത് നേരം വേണം? ഞാനിങ്ങനെ ആലോചിച്ചു പോകാമല്ലോ. സുലൈമാൻ നബി പറയണ്ടേ അത് മോശല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? തൗഹീദിനെതിരല്ലേ? ശിർക്കല്ലേ? നീ തന്നെ പഠിച്ചവനാണെന്ന് പറയണ പോലെ ആയില്ലേ അത്? അങ്ങനെ ശരിയാണോ? അങ്ങനെ പറയണ്ടേ? സുലൈമാൻ നബി പറഞ്ഞില്ലെങ്കിൽ തൽക്കാലം പരിശുദ്ധ ഖുർആൻ ആ വിഷയം തന്നെ ചർച്ച ചെയ്യണ്ടെന്ന് നോക്കണ്ടേ? വേണ്ടേ? എന്തൊരു പൊട്ടന്മാരാണ് ഇതൊക്കെ. മഹാന്മാരായ ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അവർക്കൊക്കെ അള്ളാഹു അവന്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന അത്ര വലിയ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ എത്ര ദാർശനികമായി തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ സൗകര്യങ്ങളെ നിഷേധിക്കുന്നവർ എത്ര വലിയ പൊട്ടന്മാരാണ്. ചിലപ്പോ അള്ളാഹു തഖ്ദീർ ചെയ്തത് ഇത്തരം മഹാന്മാർക്ക് വേണ്ടി വീണ്ടും ആ തഖ്ദീറുകളെ മാറ്റി കൊടുക്കും. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, തഖ്ദീർ എന്ന് പറയുന്നത് തന്നെ അതാണ്, എപ്പോഴും കാര്യകാരണ ബന്ധിതമായിരിക്കണമെന്നില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു കോസാലിറ്റി, അതായത് ഒരു കോസ്, ഒരു കാരണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് പ്രപഞ്ച നിയതി എന്ന് പറയുന്നത്. ആധുനിക ക്വാണ്ടം ഫിസിക്സ് റദ്ദ് ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് റദ്ദ് ചെയ്ത ആളുടെ പേരാണ് മഹാനായ ഇമാം ഗസാലി, അബൂ ഹാമിദ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി.
അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാര്യകാരണങ്ങളുടെ ബന്ധം വേണമെന്നില്ല, ചിലപ്പോ അതൊക്കെയും മറികടക്കും. ആരാ മറികടന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിലെ അവരുടെ സജീവോത്തമനായിരുന്ന ആലിം പണ്ഡിതൻ, അദ്ദേഹം തന്നെ ആ സംഭവം കൊണ്ടുവരുമ്പോഴാണ് തന്റെ മുമ്പിൽ ഈ മഹാസിംഹാസനം കണ്ടപ്പോ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു പോയത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ രക്ഷിതാവ് തന്ന ഔദാര്യാണ്. ഇങ്ങനെയും കൂടി പറയാൻ പറ്റും. അതായത് ഈ സദസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ദൂരങ്ങൾ 2000-അപ്പുറത്ത് കിലോമീറ്ററുള്ള യമനിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് പലസ്തീന്റെ ഈ ബൈത്തുൽ മഖ്ദസിന്റെ ചാരയുള്ള മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് ഈ സിംഹാസനം കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു വലിയ മനുഷ്യൻ എന്റെ റബ്ബ് എന്റെ സഹവാസിയാക്കി തന്നിരിക്കുന്നു. ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഔലിയാക്കളെ കുറിച്ച് വലിയ ആളുകൾക്ക്, മഹാന്മാരായ പ്രവാചകന്മാർക്കു തന്നെയും അങ്ങനെ തന്നെയാണ്. ചില വലിയ ആളുകളുമായി വലിയ പ്രവാചകന്മാരെ തന്നെയും അങ്ങനെ അടുപ്പം കാണിച്ചു. അതുകൊണ്ടല്ലേ വലിയ വലിയത്തായിരുന്നു സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു തആല അൻഹ. മറിയം ബിയുടെ പ്രത്യേകത എന്താ? ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ. ഏറ്റവും നന്നായി അടിമ എന്ന നിലയിൽ സ്വീകൃതയായ സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. ഫതഖബ്ബലഹാ റബ്ബുഹാ, രക്ഷിതാവ് ഏറ്റെടുത്ത മഹദിയാണ്. ബിഖബൂലിൻ ഹസൻ, അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ബിഖബൂലിൻ ഹസൻ, ഏറ്റവും നന്നായി സ്വീകരിച്ചു. ആ സ്വീകൃതയായിട്ടുള്ള മഹദിയുടെ മുമ്പിലേക്ക് ആർക്കേ ചെല്ലാൻ പറ്റൂ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്. അവരാണ് അവരുടെ സ്വകാര്യ റൂമിലേക്ക് ചെല്ലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ യോഗ്യതയുള്ളയാൾ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്തു കൊടുത്തതാണ്. അവരവിടെ ചെല്ലുമ്പോൾ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, യാ മറിയമു അന്നാ ലകി ഹാദാ. എപ്പോഴൊക്കെ ചെന്നാലും അവിടെ അതുവരെ കാണാത്ത ഫലങ്ങൾ, പഴങ്ങൾ, അതുവരെ ഇല്ലാത്ത ആ മരുപ്രദേശത്തോ ആ ഭാഗത്തോ കിട്ടാത്ത വിഭവസമൃദ്ധമായ ആഹാരം, ഭക്ഷണം, ഇതെല്ലാം സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു തആല അൻഹ എടുക്കലുണ്ട്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഖുർആന്റെ ഒരു ഉസ്ലൂബ്, അതിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം, ആ സിയാഖ് നോക്കണം. അപ്പൊ അറിയാം എന്തേ അവിടെ അങ്ങനെ ഒരു ചോദ്യം. അന്നാ ലകി ഹാദാ, എവിടെന്നാ മറിയം ഇത്? ഒരു എക്സ്ക്ലമേഷനാണ്. എവിടെന്നാ മറിയം ഇത്? ആ ചോദ്യത്തിന് മറിയം റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്. അങ്ങനെ തരാൻ അല്ലാഹുവിന് പറ്റും. അങ്ങനെ തരാൻ അല്ലാഹുവിന് പറ്റൂന്ന് തീരുമാനിക്കുന്ന നേരത്ത് ഈ മനുഷ്യൻ 2 കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയാൻ, പടച്ചോനെ കാലം എത്രയായിരുന്നോ ഞാൻ ദ്വാർക്കുന്നു, ഇപ്പൊ ഞാൻ ദ്വാരുന്നാ കിട്ടൂന്നല്ലേ? കാരണം ഇവിടെ ഒരു മഹദി ഇരിക്കുന്നുണ്ടല്ലോ, ഒരു കറാമത്തിന്റെ ഉടമസ്ഥയുണ്ടല്ലോ, ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചാൽ കിട്ടൂലേ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഇരിക്കണില്ലേ? ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോ ഹുനാലിക ദഅ സക്കരിയ റബ്ബ. വലിയ സംഭവമാണ്. ഈ ആയത്തുകൾ എങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ എന്തു രസകരമാണിത്. ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ആ മുഹൂർത്തത്തിൽ നിന്നിട്ട് സക്കരിയ നബി അലൈഹി സ്വലാം ദ്വാരുന്നു, പഠിച്ചവനെ എത്ര കാലമായി നിന്നോട് ചോദിക്കുന്നു, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, നല്ലൊരു കുഞ്ഞിനെ നീ എനിക്കൊന്ന് കാണിച്ചു തരണേ. നല്ലൊരു കുഞ്ഞ്, ഹനാനൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. ആ നിമിഷം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്തോഷ വാർത്ത അറിയിച്ചു, സക്കരിയ ഈ മഹദിയുടെ മുമ്പിൽ നിന്ന് നടത്തിയ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചിട്ടോ. അതുകൊണ്ട് ആ ദുആഇന്റെ ഫലം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുഞ്ഞ് 3 വയസ്സുള്ളപ്പോൾ നുബുവത്ത് കിട്ടിയ ഒരു കുഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്മാനമായി കൊടുത്തു. എന്താ കാരണം? ഒരു വലിയ മഹദിയുടെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിന് എവിടെയെങ്കിലും ഒരു കുറവ് വരും? ഇല്ല. വഫാത്തായാലും കുറവ് വരാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകളുടെ യാത്ര, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയെ അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അല്ലാഹു രാപ്രയാണം ചെയ്യിപ്പിച്ചു അഷ്റഫുൽ ഖൽഖിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ രാപ്രയാണം ചെയ്യിപ്പിച്ചത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ അവൻ രാപ്രയാണം ചെയ്യിപ്പിച്ചു. ലൈലൻ, കുറഞ്ഞ സമയമുള്ളൂ, വളരെ കുറഞ്ഞ സമയം, രാത്രിയുടെ കുറഞ്ഞ സമയം. അത്ര കുറഞ്ഞ സമയം കൊണ്ട് പറ്റൂല എന്നൊക്കെ ഇപ്പോ ആധുനിക ഫിസിക്സ് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. മോഡേൺ ഫിസിക്സ് പറയുന്നു. ചില കുട്ടികളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊക്കെ ഏതോ മുല്ലാക്കന്മാര് പറഞ്ഞുണ്ടാക്കിയതാണെന്ന്. അങ്ങനെയല്ല, ഇതിപ്പോ ആധുനിക ഫിസിക്സും പറയുന്നുണ്ട്. ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ ബന്ധപ്പെടുത്തി വളരെ പ്രഗത്ഭരായ ഭൗതിക ശാസ്ത്രകാരന്മാർ പറയുന്നു, അങ്ങനെ ഒരാൾക്ക് പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ, പറ്റൂല എന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്? ഉടമസ്ഥനാണ്. ഒരാൾ പ്രകാശ വേഗത്തിൽ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ അയാളുടെ പാസ്റ്റിലേക്കും അയാളുടെ ഫ്യൂച്ചറിലേക്കും സഞ്ചരിക്കാം. അയാളുടെ മുമ്പിൽ സമയം വളരെ കുറഞ്ഞു മതി. പറ്റൂല എന്ന് ഭൗതിക ശാസ്ത്രത്തിന് തീരുമാനിക്കാൻ പറ്റൂല, അത് ശരിയാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇതൊരു അത്ഭുതം പോലെ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ യാത്രക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്ന് ഒരു വാഹനം, മറ്റൊന്നു മഹാനായ മലക്ക്. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താ? ആ വാഹനത്തിന്റെ പ്രത്യേകത തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ബുറാഖ് എന്നാണ്. ബർഖ്, ഇടിമിന്നലാണ്. ഇടിമിന്നൽ പോലെ പോകുന്ന ഒരു പ്രത്യേക പ്രകാശ വേഗത്തിൽ നടക്കുന്ന ഒരു വാഹനം. അല്ലെങ്കിൽ പറയണ്ടില്ല, ഒരു കുതിരയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗോവർ കഴുതയായിരുന്നു. ഗോവർ കഴുതയുടെയും കുതിരയുടെയും ഒക്കെ ഇടയിൽ നിന്ന് റസൂലുള്ള പറയുമ്പോൾ അത് അന്നത്തെ കാലത്തെ സ്വഹാബത്തിന് മനസ്സിലാവുന്ന, അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു ബുറാഖ്. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ആലോചിച്ചു പോയി, ബുറാഖ് എന്തിനാ പറഞ്ഞത്? ബർഖ്, ലൈറ്റനിങ്, ആ ഇടിമിന്നൽ, പ്രകാശവേഗം. അതുകൊണ്ട് ഖുർആൻ അവിടെ ഉപയോഗിച്ച പ്രയോഗം അതാണ്, ലൈലൻ, വളരെ കുറഞ്ഞ സമയം. ലൈലിന് നെക്കിറ വന്നത് എന്തിനാണെന്നൊക്കെ പഠിക്കുന്ന പണ്ഡിതന്മാർക്കറിയാം. ലൈലൻ, വളരെ കുറഞ്ഞ നേരം. എന്നിട്ട് എങ്ങട്ടാ പോയത്? മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. ആ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത എന്താ? അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും പ്രവാചകന്മാർ കളിച്ചുല്ലസിച്ചു നടന്ന നാടാണ്. അതിന്റെ ചുറ്റും പ്രവാചകന്മാരുടെ പരിശുദ്ധമായ മഖാബിറുകളുള്ള നാടാണ്. അവിടെ മഹാന്മാരായ പ്രവാചകന്മാരുടെയും വലിയ ഔലിയാക്കളുടെയും മഖ്ബറകൾ അവിടെയുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേക ബറക്കത്തിന്റെ കാരണം എന്ന് പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിൽ ചിലരെങ്കിലും അത് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി നിങ്ങൾ ആലോചിച്ചു പോകേണ്ടത്, വലിയ മഹാരഥന്മാരായ ആളുകളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവാം.